പ്രവാസി സംഘടനകൾ എന്തിനാണ് ഇവിടെ നിലകൊള്ളുന്നത്? ആരെ സഹായിക്കാനാണ്? ആർക്കെങ്കിലും അവരെ സഹായം കിട്ടിയിട്ടുണ്ടോ? ഇത്രയെങ്കിലും മനുഷ്യത്വം ഉണ്ടോ? കണ്ണിച്ചോരയുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും SPR കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി, കുവൈത്തിൽ നിന്ന്. വിഷയം എന്തെന്ന് വെച്ചെങ്കിൽ, ഈ കഴിഞ്ഞ മാസം ലാസ്റ്റും ഈ മാസം ഫസ്റ്റൊക്കെ ആയിട്ട് കുവൈത്തിലെ ഒരുപാട് ആൾക്കാർ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് മരണപ്പെട്ടിട്ടില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ ഇപ്പൊ ഈ അടുത്തായിട്ട് അറ്റാക്ക് മൂലമുള്ള മരണം കുറെ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ആ മരണപ്പെട്ടതിൽ കുറെ ആൾക്കാർക്ക് പല സംഘടനയിലും മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ അതിൽ ഒരാള് ഒരു സംഘടനയിലും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ മരണപ്പെട്ട വിവരമായി എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്, അപ്പൊ നാട്ടിലേക്ക് ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ജില്ലാ സംഘടനക്ക് ഒന്ന് വിളിച്ച് ഒന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ജില്ലാ സംഘടനക്ക് വിളിച്ചു, അവരുടെ ജില്ല ഏതാണ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് പറഞ്ഞു ഈ ആള് ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് ഒരു ബോഡി കൊണ്ടുപോകുമ്പോൾ അത്യാവശ്യം ചിലവുണ്ട്. അപ്പോൾ ഈ വിളിച്ച ആൾ പറഞ്ഞു എന്തുകൊണ്ട് പറ്റാത്ത, അവരെ ജില്ലക്കാരനല്ലേ, അങ്ങനെയല്ല ഇങ്ങനെയല്ല, കുറേ ഡയലോഗ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് സംഘടനയിലാണ്? ഞാൻ ഇന്ന സംഘടനയിലുണ്ട്. അപ്പോൾ ആ സംഘടനയിൽ നിങ്ങൾ അതിൽ മെമ്പർഷിപ്പ് അല്ലാത്ത ഒരാൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുമെന്ന് ചോദിച്ചു. ചെറിയ എന്തെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട്, നിങ്ങൾ ജില്ലക്കാരനല്ലേ. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ഇവിടെ കുവൈത്തിലൊക്കെ ഒരുപാട് സംഘടനകളുണ്ട്, ജില്ലാ കൂട്ടായ്മകളുണ്ട്, അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒന്നിലും മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരിതിന് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചെങ്കിൽ, അവർ പറയും അത് പക്ക ഉടായ്പാണ്, വർഷാവർഷം പൈസ മേടിച്ച് അവർ പല ബിസിനസ് നടത്തുകയാണ്, അതിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കുറേ ഡയലോഗുകളും. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഹെൽപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ ഈ ലോകത്ത് ഏതാണ് 100% പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുള്ളത്? ഏതുമില്ല, എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ കുറേയൊക്കെ ഇതിലേക്ക് കൂട്ടി കേട്ട് ഇതിലേക്ക് കൂട്ടി വിടുക. കുറേ ആദർശം പറഞ്ഞു നിന്ന് കഴിഞ്ഞെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പെർഫെക്റ്റ് ആയിട്ട് പോകുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ പല കുറവുകളൊക്കെ ഉണ്ടാവാം, എന്നാലും ഏതെങ്കിലും മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ അറിയുന്നത് എപ്പോന്ന് അറിയോ? ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ, ഒന്ന് വീഴുമ്പോൾ, ഒന്നെങ്കിൽ അസുഖമായി കിടക്കുമ്പോൾ, അതല്ലെങ്കിൽ മരണപ്പെടുമ്പോൾ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആണ് ഈ സംഘടനകളുടെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. കുറേ ആൾക്കാരുണ്ട് ഏതെങ്കിലും സംഘടനയ്ക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ പറയും, അതിന് കുറേ ആദർശം പറയും, അതങ്ങനെയാണ് അതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഞാൻ ഈ വീഡിയോന്റെ ആദ്യം ഞാൻ സംഘടനക്കാരെ കുറ്റം പറഞ്ഞതോ അവരെ വിമർശിച്ചതോ ഒന്നും തന്നെയല്ല. സംഘടനകളൊക്കെ ഇവിടെ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഒരുപാട് സംഘടനകളുണ്ട്. എന്തിനേറെ പറഞ്ഞു, ഇപ്പൊ ആ ഒരു സുഹൃത്തിന്റെ തന്നെ കണ്ടോ, ആ മരണപ്പെട്ട സമയത്ത് സംഘടനയിൽ മെമ്പർഷിപ്പ് അല്ല, അവർ പറഞ്ഞ് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി പറ്റത്തില്ല, ഞങ്ങൾക്ക് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാമെന്നും. ശരിയാണ്, അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിന് നമുക്ക് എതിർപ്പൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ആ സംഘടനയും ഫണ്ട് ഇതേപോലെ അതിലുള്ള മെമ്പർമാർ വർഷാവർഷം എടുത്തു കൂട്ടുന്ന പൈസയാണ്, അല്ലാതെ വേറൊന്നും വരുമാനമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങളും അതുപോലെ തന്നെ ഈ മാസങ്ങളൊക്കെ കുവൈത്ത് പ്രവാസികൾ കേട്ട വാർത്തകൾ വളരെ ദുഃഖകരമായ വാർത്തയായിരുന്നു. ഒരുപാട് ആൾക്കാർ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. അപ്പോൾ ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ പറയാനുള്ളത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണം, അല്ലാതെ നാട്ടിൽ നിന്നും ആരും നോക്കൂല. നമ്മൾ ഈ ജോലിയും കിട്ടിയ പൈസയൊക്കെ നാട്ടിലേക്ക് അയച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം നമ്മളെ ഹെൽത്ത് നമ്മൾ നോക്കുക, ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ നാട്ടിൽ പോയിട്ടാകുമ്പോൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ അതുപോലെ തന്നെ പല സംഘടനകളും ഈ മെഡിക്കൽ ക്യാമ്പൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ ക്യാമ്പ് വെക്കുമ്പോൾ അതിൽ കുറച്ചേ ഉണ്ടാവാറുള്ളൂ ടെസ്റ്റുകൾ. പല ആൾക്കാരും പറയും അത് അവരുടെ ബിസിനസ്സാണ്, ഇവരുടെ ബിസിനസ്സാണെന്ന്. നമ്മൾക്ക് പോയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാലോ നമ്മുടെ ബോഡി, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. ആ ചികിത്സിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതിന് ശേഷമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അതൊക്കെ നമുക്ക് നല്ലതിന് വേണ്ടിയാണ്. അപ്പം ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നു. എല്ലാവരുടെ പ്രൊഫസർ നന്ദി, നമസ്കാരം.